വീടാനല്ല പറഞ്ഞത്. എനിക്കിനി മയ്യത്തായാ മതി, എങ്ങനെയെങ്കിലും മയ്യത്തായാ മതി. എനിക്ക് മയ്യത്തായാ മതിയോ? എന്താ കദീസ, എന്തിനാ ഇപ്പൊ ഈ നേരത്തെ കിണറ്റിച്ചാടാൻ പോകുന്നത്? എന്താ കാര്യം? അതിന് ഈ ചാവൂലല്ലോ. ഇത് എത്രാമത്തെ പ്രാവശ്യം ഈ ചാകാൻ നോക്കണേ? ആദ്യം തൂങ്ങിച്ചാൻ നോക്കി, കയറും പൊട്ടി, അന്റെ കാലിന്റെ എല്ലും പൊട്ടി. പിന്നെ ഒരു ദിവസം വിഷം കഴിച്ച് 3 ദിവസം ആശുപത്രിയിലും കിടന്നു. അത് എനിക്ക് തന്നെ പിടിക്കുന്നില്ല, പിന്നല്ലേ കദീസാക്ക്. ഒന്ന് പോയിടാ അവിടുന്ന്. കുടുംബത്തില് സ്വസ്ഥത ഇല്ലാഞ്ഞിട്ടാ മരിക്കാൻ തുടങ്ങിയത്. അവിടെ സ്വൈര്യം തരൂല. ഇതെന്താപ്പത്? കദീസന്റെ അംഗം തുടങ്ങിയോ? കൂടുതൽ സ്നേഹിച്ചില്ലേ ഫൗസിയ അവളെ? എന്നിട്ട് എന്നോട് ഓളിത് ചെയ്തില്ലേ? എന്താ കദീസ ഓള് പറഞ്ഞത്? അതൊന്ന് പറഞ്ഞെന്റെ മനസ്സ് വിഷമിപ്പിക്കല്ലേ കൂട്ടരെ. ഒന്ന് കരയാതെ കാര്യം പറ കദീസ. വിടടി എന്നെ. ഇനി ഈ ഉള്ള വീട്ടിൽ എനക്കൊരു ശല്യമായിട്ട് ഞാൻ ഉണ്ടാവില്ല. വിടടി എന്നെ, എനിക്ക് മരിക്കണോ? മനുഷ്യനെ ഇടങ്ങാറാക്കാൻ അത് നോക്കി കണ്ടങ്ങോട്ട് പോര്. എന്നാലും എന്റെ മോളെ, ഈ എന്റെ അമ്മായിമ്മേനോട് അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അത് ശരി, അതെങ്ങനെയാന്ന് ഇപ്പൊ എനിക്കറിയോ? അത് ഓള് പറഞ്ഞേരണ്ടേ? എന്താ ഉമ്മ, എന്താ ഞാൻ എനിക്കറിയില്ല ഈ എന്താ പറഞ്ഞതെന്ന്. സ്വന്തം കെട്ടിയാന്റെ ഉമ്മാനോട് പറയാൻ പറ്റിയതാണോ എന്നോട് പറഞ്ഞേ? ഇത്താത്ത എന്തൊക്കെയാ ഉമ്മയും പറയണേ? ഒക്കെ ചലിച്ചിട്ട് നിക്കണുണ്ടല്ലോള്. ഞാൻ കണ്ടതുകൊണ്ട് എനിക്ക് ഉമ്മാനെ രക്ഷപ്പെടുത്താൻ പറ്റും, അല്ലെങ്കിൽ ഈ നേരം കൊണ്ട് ഉമ്മ മയ്യത്തായിരുന്നു. പടച്ചോനെ, വല്ല കൂസലുണ്ടോ നോക്കി ചെറുക്കടി അടിച്ച് പൊട്ടിക്കാണ്ട്. പല വട്ടം ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അന്റെ നാക്കി വീട്ടിൽ പൊന്തരുത്. എന്റെ വാക്കിന് ഇവിടെ വരണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്റെ അമ്മയും പെങ്ങളും കഴിഞ്ഞിട്ട് തന്നെ എനിക്ക് വേറെ എന്തോ ഉള്ളൂ. ആ ഇനി മേലിന്റെ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കണം എന്തേലും ചെയ്താ അന്റെ അവസാനാവും. തക്ക സമയത്തിന്റെ ഈ പെങ്ങളേലും വന്നിട്ടില്ലെങ്കിൽ എന്താകും ഇനി സ്ഥിതി? അനക്കൊന്നും നഷ്ടപ്പെടാനില്ലായിരിക്കും. കൂടിപ്പോയ ഈ കുറച്ച് കള്ളക്കണ്ണീരൊഴിക്കും. വൃത്തിയോട്ടൊരു അമ്മായിത്തുള്ള മയ്യത്തായല്ലോ എന്നെ സന്തോഷത്തില്. നിങ്ങൾ എന്തൊക്കെയൊക്കെ ഈ പറയണേ? ഇതൊക്കെ ഉമ്മ വെറുതെ പറഞ്ഞുണ്ടാക്കണ. കണ്ടോ, ഇപ്പൊ അങ്ങനെയായി. എനിക്കിത് വരണം. ഞാൻ വെറുതെ